Hello, my dear students. All of you welcome. Good morning. Gooseberries എന്ന ഷോർട്ട് സ്റ്റോറി ആൻറ്റൺ പൗലോവിച്ച് ചെക്കോവ് അദ്ദേഹം എഴുതിയ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നു. അപ്പോൾ കഴിഞ്ഞ ആ ഒരു പാർട്ടിൽ നാം കാണുന്നത് ഇവാനെ അതേപോലെ തന്നെ അലിയോഖിൻ തൻ്റെ ഗസ്റ്റായ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ബാത്തിങ് ഷെഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവരൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുകയാണ്. അപ്പോൾ അലിയോഖിനിൻ്റെ ഫാദർ നടത്തിക്കൊണ്ട് പോന്നിരുന്ന ആ ഒരു ബാത്തിങ് ഷെഡ് അതിപ്പോൾ ഇദ്ദേഹമാണത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇവരെ അങ്ങോട്ട് നയിച്ചു. അപ്പോൾ അവിടെ ബാത്തിങ് ഷെഡിലേക്ക് ഇവർ കയറിയപ്പോൾ യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്ന വെള്ളം ഇവർക്ക് ചുറ്റിനും ഏകദേശം ഒരു ബ്രൗണിഷ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. അതുവരെയാണ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയ ഓതറെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ. ഓതറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ താരം, അതായത് ഷോർട്ട് സ്റ്റോറി എഴുതിയ ആൾ. ഓക്കെ. Then Ivan came out of the shed. He plunged into the water with a splash. He swam about in the rain, flapping his arms and sending waves back. He swam out to the middle of the pool and dived, trying to reach the bottom. He shouted with glee and said how delicious it was. Bourkin and Alyoshin were already dressed and ready to go, but Ivan kept on swimming and diving. അപ്പോൾ ആ ഒരു ബാത്തിങ് ഷെഡിലേക്ക് ചെന്നപ്പോൾ ഇവർക്ക് ഇതിലൊരാൾക്കാണെങ്കിൽ ഭയങ്കര ഉല്ലസിച്ചുള്ള ഒരു കുളി, അവിടെ മുങ്ങാങ്കുഴി ഇടുവാനും അതിനുള്ളിൽ വളരെ ആർത്തുല്ലസിച്ചുകൊണ്ട് നന്നായിട്ടത് എൻജോയ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവാൻ ഈ ഷെഡിൽ നിന്നും വെളിയിൽ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അതിനകത്ത് ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് മഴത്തുള്ളികൾ വീണ് നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് സമയം ചെലവഴിക്കുകയാണ്. അതിനകത്ത് നിന്നും പൊങ്ങി വരുന്ന വേവ്സ് അതിലെല്ലാം തല്ലിക്കളിച്ച് തുള്ളിക്കളിച്ചെന്ന് പറയില്ലേ, അതേപോലെ പുള്ളി ആ പൂളിൽ മുങ്ങാങ്കുഴിയിട്ട് ശരിക്കും അതിൻ്റെ ബോട്ടത്തിലേക്ക് പോകുന്നു, പിന്നെ പൊങ്ങി വരുന്നു. അങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് അദ്ദേഹം അത് എൻജോയ് ചെയ്ത് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ബൗർക്കിൻ്റെ. അപ്പോൾ ഇവിടെ ബൗർക്കിനും അലോയ്ക്കിനും വേറെ ആൾറെഡി ബൗർക്കിനല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നയാളാണ് കേട്ടോ. ഓക്കെ. ബൗർക്കിൻ ആൻഡ് അലോയ്ക്കിൻ വെയർ ആൾറെഡി ഡ്രസ്ഡ് ആൻഡ് റെഡി. ഇവർ രണ്ടുപേരും റെഡിയായി. എന്നാൽ ഇവാൻ എന്ത് ചെയ്തില്ല? ഇവാൻ ആ സ്വിമ്മിങ്ങിൽ നിന്നും അല്ലെ ഡൈവിങ്ങിൽ നിന്നും മുങ്ങാങ്കുഴി ഇടുന്നു, അവിടെ ആസ്വദിക്കുന്നു. അത് ആ കുളത്തിൽ നിന്നും ആ ബാത്തിങ് ഷെഡിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു മനസ്സില്ലാത്ത രീതിയിൽ പുള്ളി അതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. ഓക്കെ. ദെൻ ഹി കണ്ടിന്യൂഡ് ഷൗട്ടിങ് ഡെലീഷ്യസ്. Bourkin told him it was enough. They went to the house. The lamp was lit in the large drawing room upstairs. Bourkin and Ivan were dressed in silk dressing gowns and wore warm slippers. They sat in chairs. Alyoshin was also washed and brushed. He wore a new frock coat. He placed up and down. Ivan then began his story. ഓക്കെ. ഇവാൻ അവിടെ ഇങ്ങനെ തല്ലിക്കളിച്ച് ആ ബാത്തിങ് ഷെഡിൽ ഇങ്ങനെ ഉല്ലസിച്ച് ആസ്വദിച്ച് നിൽക്കുകയാണ്. മറ്റൊരു രണ്ടുപേരും വെളിയിലേക്ക് പോകാമെന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കണ്ടിന്യൂഡ് ഷൗട്ടിങ്, അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു, കൊള്ളാം, വളരെ മനോഹരം, ഡെലീഷ്യസ്, നന്നായിരിക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ ബൗർക്കിൻ ടോൾഡ് ഹിം ഇറ്റ് വാസ് ഇനഫ്. മതി മതി, ഇത്ര നേരം ആയില്ലേ കുളിക്കാൻ തുടങ്ങിയിട്ട്, ആസ്വാദിച്ചതൊക്കെ മതി. ഡെലീഷ്യസ് എന്ന് പറഞ്ഞില്ലേ, വളരെ നന്നായിരിക്കുന്നു, ഡെലീഷ്യസ് ആയിരിക്കുന്നു. അദ്ദേഹത്തിന് ആ ഒരു ബാത്തിങ് ഷെഡിലേക്ക് അങ്ങ് പോയി ഉല്ലാസ കുളി എന്ന രീതിയിൽ ആസ്വദിച്ച് അതിനകത്ത് പുറത്തേക്ക് വരാനായിട്ടുള്ള മനസ്സോടുകൂടി. അപ്പോഴാണ് ബൗർക്കിൻ അദ്ദേഹത്തിനോട് പറയുക, മതി മതി, വേണ്ടുവോളമായി. അപ്പോഴവർ പിന്നീട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ദേ വെന്റ് ടു ദ ഹൗസ്. ലാമ്പ് വാസ് ലിറ്റ് ഓൺ ദി ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്. അപ്പോൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ വിളക്ക് കത്തിച്ചു. വിളക്കിൻ്റെ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടോ എന്ന രീതിയിൽ വിളക്ക് തെളിച്ചു വെച്ചു. ബൗർക്കിൻ ആൻഡ് ഇവാൻ വെയർ ഡ്രസ്ഡ് ഇൻ സിൽക്ക്. ഇവർ രണ്ടുപേരും ധരിച്ചിരുന്നത് സിൽക്ക് ഡ്രസ്സാണ്, അതായത് ഗൗണാണ്. അതേപോലെ തന്നെ വാം സ്ലിപ്പേഴ്സും ആണ് ഇട്ടിരുന്നു. അവർ ചെയേഴ്സിൽ അവരുടെ സീറ്റ് ഉറപ്പിച്ചു. ദെൻ അലിയോക്കിൻ വാസ് ആൾസോ വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ്. അദ്ദേഹം
കഴുകുകയും ബ്രഷ് ചെയ്യുകയും എല്ലാം എന്നുള്ള ജോലി അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ചെയ്തു. ഹി വോർ എ ന്യൂ ഫ്രോക്ക് കോട്ട്. അദ്ദേഹം ധരിച്ചതൊരു ഫ്രോക്ക് കോട്ടാണ്. ഹി പേസ്ഡ് അപ്പ് ആൻഡ് ഡോൺ. ഇവാൻ ദെൻ ബിഗൻ ഹി സ്റ്റോറി. അപ്പോൾ എല്ലാവരും അവിടെ മുറിയിലുള്ളിലുണ്ട്. അങ്ങപ്പോഴാണ് ഇവാൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയ. ദേ വേർ ടു ബ്രദേഴ്സ്. ഇവാൻ്റെ കഥയാണ്. 2 സഹോദരന്മാർ, ഇവാൻ ആൻഡ് നിക്കോളായ്. നിക്കോളായ് വാസ് 2 years younger. Ivan went in for studies and became a veterinary surgeon. Nikolai was at the executioner court when he was 19. Their father, Kimsha Himalaysky, was a cantonist. Cantonist means a service obliged military person. He died with an officer's rank and left them his title of nobility and a small estate. After his death, the estate went to pay his debt. They spent their childhood in the country. They were like peasants' children. They spent their days and nights in the fields and the wood. They minded the horses, took the bank of the lime trees and fished. Okay, ഇവർ കഥ പറഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇവാൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. അവർ 2 പേരായിരുന്നു അവർക്ക്, അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്ന രീതിയിൽ, ഇവാനും നിക്കോളായും. നിക്കോളായിക്ക് 2 years യങ്ങറാണ്. യങ്ങർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കാളും 2 വയസ്സ് കുറവ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ 2 വയസ്സിന് മൂത്തതാണ്. ഇവാനേക്കാളും 2 വയസ്സിന് ഇളയതാണ് സഹോദരൻ. ഇവാൻ വെൻറ്റ് ഇൻ ഫോർ സ്റ്റഡീസ് ഫോർ ബിക്കെയിം എ വെറ്റിനറി ഡോക്ടർ. അപ്പോൾ ഇവാൻ പോയി പഠിച്ചു. ആ പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു വെറ്റിനറി സർജനായി. നിക്കോളായി പോയത് കോർട്ടിലേക്കാണ്, എക്സ്ക്യൂക്കർ കോർട്ടിലാണ്. 19 വയസ്സുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അവിടെ ചേർന്നു. ഇവരുടെ അച്ഛൻ്റെ പേരാണ് കിംഷ ഹിമാലയ്സ്കി. അദ്ദേഹം ഒരു കാൻറ്റോണിസ്റ്റ് ആയിരുന്നു. കാൻറ്റോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി സർവീസ് ചെയ്യുന്ന പേഴ്സണാണ്. അദ്ദേഹം ഏകദേശം ഓഫീസർ റാങ്കിൽ ഇരുന്ന സമയത്ത് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഇവർ കുട്ടികളെല്ലാം തന്നെ ലെഫ്റ്റ് ദം ഹിസ് ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി ആൻഡ് എ സ്മാൾ എസ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരും പദവിയും എല്ലാം ആ ഒരു തലത്തിലാണ് താങ്കൾ വളർന്നു വന്നത്. ആ ഒരു പേരും മഹിമയും ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആ റാങ്കിൻ്റെ പദവി, അതിൻ്റെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്മാൾ എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം എസ്റ്റേറ്റ് കടബാധ്യതകൾക്ക് വേണ്ടി വിൽക്കേണ്ടി വന്നു. അത് കൊടുത്തു. പിന്നീട് അവരുടെ കുട്ടിക്കാലം എല്ലാം തന്നെ അവരുടെ ആ ഒരു നാട്ടിൽ തന്നെ, അവർ കൺട്രി സൈഡിൽ തന്നെ ചിലവഴിച്ചു. ദേ വെയർ ലൈക്ക് പെസൻസ് ചിൽഡ്രൻ. അവർ പിന്നീട് അങ്ങോട്ട് ഉള്ളതൊക്കെ വിറ്റ് കളഞ്ഞു. അതിനുശേഷം പിന്നെ പെസൻസ്, കർഷകരുടെ മക്കളെന്ന രീതിയിലാണ് പിന്നീട് അവരുടെ വളർച്ച അങ്ങോട്ട് വരുന്നത്. ദേ സ്പെൻഡ് ദെയർ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ് ആൻഡ് ദ വുഡ്. സ്വന്തമായി ഉണ്ടായിരുന്ന വിറ്റുപോയി, പിന്നെ ഒന്നും ഇല്ലാതെയായി. പിന്നെ അവരുടെ ദിവസങ്ങളെല്ലാം ചിലവഴിച്ചത്, രാത്രിയും പകലും എല്ലാം ചിലവഴിച്ചത് ഫീൽഡിലും വുഡിനിടയിലും. അതായത് കർഷകർ കുടുംബം എന്ന രീതിയിലുള്ള ജോലികളാണ് പിന്നെ അങ്ങ് കഴിഞ്ഞ് കൊണ്ടുപോകുന്നത്. ദ മൈൻഡഡ് ദി ഹോഴ്സസ് ആൻഡ് ടുക്ക് ദി ബാർക്ക് ഓഫ് ലൈം ട്രീസ് ആൻഡ് ഫിഷ്ഡ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ജോലികൾ ചെയ്തായിരുന്നു. ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജോലികളൊക്കെ ആ കാലയളവിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ് ഓർ വാച്ച്ഡ് ദ ട്രഷസ് മീൻസ് സ്മാൾ സോങ് ബേർഡ്സ് hovering in flocks over the village in the bright cool autumn days. He can never be a townsman. Ivan's brother Nikolai was not happy at the executioner. For years he was sitting in the same place, writing the same documents. He was thinking of only one thing: how to get back to the country and buy a small farm near the bank of a river or lake. അപ്പോൾ ഒരിക്കൽ ഒരാൾ എന്ത് ചെയ്യുമായിരുന്നു? ഹാസ് ഫിഷ്ഡ് ഓർ വാച്ച്ഡ് ദ ട്രഷസ്. അതായത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു കുരുവികളുണ്ട്. ആ കുരുവികളെ വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു ഒരാൾ. അപ്പോഴേക്കും ഒരു പറ്റം ഹോവറിങ് ഇൻ ഫ്ലോക്സ് ഓവർ ദ വില്ലേജ് ഇൻ ദ ബ്രൈറ്റ് കൂൾ ഓട്ടം ഡേയ്സ്. നല്ല എന്താ പറയുക, ഓട്ടം ഡേയ്സ് ആണ്. എന്താ പറയുക, ശരത്ത് ശിശിരം എന്ന് പറയുന്ന ഒരു കാലം, ഒരു സീസണാണ്. ആ സീസണിൽ ഒരു കൂട്ടത്തോളം പക്ഷികളാണ് പാട്ടുപാടി കുരുവികൾ എന്ന രീതിയിൽ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ ആ കാഴ്ചയും കണ്ടിരിക്കുകയായിരുന്നു. ഹി ക്യാൻ നെവർ ബി എ ടൗൺമാൻ. അപ്പോൾ ഒരിക്കലും തനിക്കൊരു ടൗൺമാൻ എന്ന രീതിയിൽ ഒരു ടൗണിലേക്ക് മാറാനായിട്ടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ ബ്രദറായ നിക്കോളായി ആണെങ്കിൽ ഒരിക്കലും ഇവിടെ താമസിക്കുന്നതിൽ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറ്റ് ദ എക്സ്ക്യൂക്കർ, ആ എക്സ്ക്യൂക്കർ എന്നുള്ള ജോലിയിൽ തുടരാൻ അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു.
ഫോർ ഇയേഴ്സ് ഹി വാസ് സിറ്റിംഗ് ഇൻ ദ സെയിം പ്ലേസ്. അദ്ദേഹം കുറേ നാളുകളോളം എക്സിക്യൂട്ടർ എന്ന പദവിയിൽ ഇരുന്നും ഡോക്യുമെൻറ്റ്സ് എഴുത്ത്, ആധാരം എഴുത്ത്, അങ്ങനെയുള്ള ചില ജോലിയൊക്കെയാണ് ചെയ്തു പോന്നിരുന്നത്. ഹി വാസ് തിങ്കിങ് ഓഫ് ഓൺലി വൺ തിങ്. അവൻ ഒറ്റ കാര്യം മാത്രമായിരുന്നു ചിന്തിച്ചു പോന്നിരുന്നത്. ഹൗ ടു ഗെറ്റ് ബാക്ക് ടു ദ കൺട്രി ആൻഡ് ബൈ എ സ്മാൾ ഫാം നിയർ ദ ബാങ്ക് ഓഫ് എ റിവർ ഓഫ് ലേക്ക്. അതായത് തൻ്റെ നാട്ടിലെ ആ ഒരു തടാക അല്ലെങ്കിൽ നദീതീരത്തിനടുത്തായിട്ട് എങ്ങനെ തനിക്കൊരു ചെറിയൊരു വാങ്ങാം, സ്മാൾ ഫാം എങ്ങനെ അതിനടുത്തായിട്ട് നദീതീരത്തിനടുത്തായിട്ട് വാങ്ങുവാനായിട്ട് എങ്ങനെ സാധിക്കും, എങ്ങനെ തനിക്ക് തൻ്റെ കൺട്രിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു മനസ്സിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഹി വാസ് എ ഗുഡ് ഫെല്ലോ ആൻഡ് ഇവാൻ ലവ്ഡ് ഹിം. But Ivan did not like his idea of shutting himself upon his farm. It is a common saying that a man needs only 6 feet of land. It is the corpse that wants it, not a man. To leave town and the struggle and the sim of life and go and hide yourself in a farmhouse is not life. It is egoism, laziness. അപ്പോൾ അദ്ദേഹം ഇവാൻ സഹോദരനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, സഹോദരൻ തന്നോടും ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആശയങ്ങൾ ചില കാര്യങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും ഈ ഫാമിനോടനുബന്ധിച്ച് വരുന്ന അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ, അതൊന്നും തന്നെ എനിക്കങ്ങ് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. ഒരു പറച്ചിലുണ്ട്, ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet ഓഫ് ലാൻഡ്. ഒരാൾക്കൊരു 6 അടി മണ്ണ് മതി എന്ന് പറയുന്ന ഒരു പറച്ചിലില്ലേ. ഇവൻ അങ്ങനെയല്ലേ, ഇവന് കുറച്ച് ഭൂമി വാങ്ങണം, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് നദീതീരത്തായിട്ട് തൻ്റെ നാട്ടിൽ തന്നെ വേണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്ന ആളായിരുന്നു അയാൾ. ഇറ്റ് ഈസ് ദി കോർപ്സ് ദാറ്റ് വാണ്ട് ഇറ്റ്, നോട്ട് എ മാൻ. അതായത് ആഗ്രഹിക്കാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വാണ്ട് ഇറ്റ്, ആവശ്യപ്പെടാം. ടു ലീവ് ടൗൺ, അതുപോലെ തന്നെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യാം, പട്ടണം ഉപേക്ഷിക്കാം. ആൻഡ് സ്ട്രഗിൾ ആൻഡ് സിം ഓഫ് ലൈഫ്, അത് പൊരുതി ജീവിതത്തിന് വേണ്ടി പോരാടാം, കാര്യങ്ങൾ വേണ്ടതുപോലെ നേടുകയും ചെയ്യാം. ആൻഡ് ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ എ ഫാം ഹൗസ് ഈസ് നോട്ട് ലൈഫ്. അതായത് എല്ലാം പൊരുതി എല്ലാം ഇല്ലായ്മ ചെയ്ത് പിന്നെ ഒരു ഫാം ഹൗസിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ആ ഫാം ഹൗസിലേക്ക് പോവുക, അവിടെ വേണമെന്ന് വിചാരിക്കുന്നത് അതൊരു നല്ലൊരു ലൈഫായിട്ട് എനിക്ക് തോന്നില്ല. അതൊരു ഈഗോയിസമാണ്. അതെന്തോ ഒരു മിഥ്യാധാരണയും അതേപോലെ തന്നെ അലസത നിറഞ്ഞതുമായൊരു ചിന്തയായിട്ട് എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. Then Nikolai, sitting his office, would dream of eating in open air and of sleeping in the sun, sitting for hours together on a seat by the gate and looking at the field and the forest. He enjoyed books on agriculture, the hints in almanacs or calendars, the hints in calendars, and reading the newspaper advertisements of land to be sold with a farmhouse, river, garden, mill and mill pond. He would dream of garden walls, flowers, fruits, nets, carp in the pond and such things. His fantasies used to vary according to the advertisement he found. However, in every fantasy of his there was always a gooseberry bush. He could not imagine a house or a romantic spot without a gooseberry bush. അപ്പോൾ നിക്കോളായുടെ ചിന്തകൾ തങ്ങൾക്ക് ടൗൺഷിപ്പ് മാറിയിട്ട് തൻ്റെ വില്ലേജ് ഏരിയയിൽ പോയി കുറച്ച് സ്പോട്ട് ലാൻഡ് വാങ്ങി അത് തികച്ചും എവിടെയാവണം, നദീതീരത്താവണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ, എന്താ പറയുക, ദിവാസ്വപ്നം കാണുകയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ ഇരുന്നുകൊണ്ട് പലതും ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെയുള്ള ഫോറസ്റ്റ്, ഫീൽഡ്, ഇതെല്ലാം ഇങ്ങനെ നോക്കി അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്കുന്നു. ബുക്ക് വായിക്കാറുണ്ട് അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്. അതേപോലെ തന്നെ കലണ്ടറിലുള്ള ഓരോരോ പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്യും. ന്യൂസ് പേപ്പർ വായിക്കും. അഡ്വർടൈസ്മെൻറ്റ് പ്രധാനമായിട്ടും വിൽക്കുകയും വാങ്ങുകയുമായി ബന്ധപ്പെട്ടുള്ള കോളംസ് പേപ്പറിലുള്ള അത് നോക്കും. ഫാം ഹൗസ്, റിവർ, ഗാർഡൻ, മിൽ പോണ്ട്, ഇങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളും പേപ്പർ ന്യൂസ് ഉണ്ടെങ്കിൽ അത് നോക്കും. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും സ്വപ്നം കണ്ടിരുന്നത് ഗാർഡൻ വാൾസിനെ കുറിച്ച്, ഫ്ലവേഴ്സിനെ, ഫ്രൂട്ട്സിനെ, നെറ്റ്സ്, കാർപ്പ്, ഇതേപോലുള്ള കാര്യങ്ങൾ, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. അപ്പോൾ അയാളുടെ ഫാൻറ്റസീസ്, അയാളുടെ ഇമാജിനേഷൻസ് എല്ലാം തന്നെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കില്ല. അത് അക്കോർഡിംഗ് ടു ദി അഡ്വർടൈസ്മെൻറ്റ് ഹി ഫൗണ്ട്. താൻ എന്താണോ
മാധ്യമങ്ങളിൽ താൻ വായിച്ചറിയുന്നത്, ആ വായിച്ചറിയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ഇമാജിനേഷനും മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഓരോ ഇമാജിനേഷനിലും താൻ എപ്പോഴും ചിന്തിക്കുന്നത് അവിടെ ഒരു ഗൂസ്ബെറി ഉണ്ടാവണമെന്നുള്ളത്, ഒരു ഗൂസ്ബെറി ബുഷ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഹി വുഡ് നോട്ട് ഇമാജിൻ എ ഹൗസ് ഓർ എ റൊമാൻറ്റിക് സ്പോട്ട് വിത്തൗട്ട് എ ഗൂസ്ബെറി. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു റൊമാൻറ്റിക് സ്പോട്ട്, ഒരു ഗൂസ്ബെറി ബുഷ് ഇല്ലാതെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പോൾ ഒരു ഗൂസ്ബെറി ബുഷ് എന്നത് നിക്കോളായുടെ ഒരു സ്വപ്നം, ഒരു ഇമാജിനറി ഡ്രീം ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൂസ്ബെറി ബുഷിൻ്റെ സ്വപ്നത്തിലെ നിങ്ങളെ ഞാൻ കൊണ്ടെത്തിച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോ സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന കുട്ടികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇംഗ്ലീഷ് ലെസൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, സമ്മറീസ് എല്ലാം ഈ ഒരു ചാനലിലൂടെ ലഭ്യമാണ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടി ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ തരാം. താങ്ക് യു.